കരകവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. Shalom Fellowship Night. ഫെലോഷിപ്പ് നൈറ്റിലേക്ക് സ്വാഗതം. ഈ ആരംഭത്തിൽ ദൈവം നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. 2 കാര്യങ്ങളാണ് പറയുന്നത്. പുറപ്പാട് 14:13 ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. ഈ 2 കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ്. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 21-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, മോശ കർത്താവ് പറഞ്ഞതനുസരിച്ച് ചെങ്കടലിന് നേരെ കരങ്ങൾ നീട്ടിയപ്പോൾ, കൈ നീട്ടിയപ്പോൾ മോശ പോലും അതിശയിച്ചു പോകുന്ന വിധത്തിൽ ചെങ്കടൽ 2ആയി മാറ്റപ്പെടുകയാണ്. ചരിത്രത്തിൽ ഇന്നോളം കേൾക്കാത്തൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ചെങ്കടൽ 2ആയി പകുത്തു മാറ്റപ്പെട്ടുകൊണ്ടൊരു വലിയ വഴി ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണം, വിശ്വാസം, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അനുസരിച്ചാൽ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങും. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് വീര്യ പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുക. ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിച്ചാൽ നമുക്ക് പാടി ആരാധിക്കാം. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു. കാണുന്നു ഞാൻ കരഘോഷത്തോടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. ഉറപ്പായിട്ട് സംഭവിക്കും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വിശ്വസിക്കാം. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വീണ്ടും ആരാധിക്കാം. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യം. ഒരിക്കൽ കൂടി ഏറ്റുപാടാം. അഗ്നി നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. കാരണം അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. ഗ്ലോറി. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. വീണ്ടും കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ 2ആകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവ്. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന രാത്രി ആയതിനാൽ വിശ്വാസത്തോടെ പുറപ്പാട് 14:13 ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന വീര്യ പ്രവർത്തികൾ ഇന്ന് എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്ന രാത്രി. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതികളുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന,
കണ്ണുകൾ അടച്ച് കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? സാധ്യമല്ല. എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം? നിനക്കു തുല്യനായി നീ മാത്രമേശു. നിനക്കു തുല്യനായി നീ നിനക്ക് തുല്യനായി നീ മാത്രമേ യേശുവേ. നിനക്കു തുല്യനായി നീ ഏറ്റുപാടി ആരാധിക്കാം. നിനക്കു തുല്യനായി നീ മാത്രമേ യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. കരങ്ങളെ ഹൃദയത്തോട് അടുപ്പിച്ച് ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെങ്കടൽ പോലെ എന്തെല്ലാം പ്രശ്നങ്ങളുടെ മധ്യത്തിലാണെങ്കിലും ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ, കർത്താവിൽ ഉറച്ചു നിന്നാൽ, കർത്താവിൻ്റെ മഹത്വം ഇന്ന് ഞാൻ കാണും ബോധ്യത്തോടെ. ഇത് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. എൻ്റെ കർത്താവിനെ പോലെ മറ്റാരുമില്ല. നമുക്ക് വീണ്ടും ആരാധിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് തുല്യനായി മറ്റാരുമില്ലെന്ന് ഏറ്റുപാടി ആരാധിക്കാം. നിനക്കു തുല്യനായി നീ മാത്രമേ യേശുവേ. നിനക്കു തുല്യനായി നീ വീണ്ടും ആവർത്തിക്കാം. നിനക്ക് തുല്യനായി നിനക്കു തുല്യനായി നീ യേശുവിനെ പോലെ മറ്റാരുമില്ല. നിനക്കു തുല്യനായി നീ മാത്രമേ വീണ്ടും ആരാധിക്കാം. നിനക്കു തുല്യനായി നീ മാത്രമേ ഒരിക്കൽ കൂടി നിനക്കു തുല്യനായി നീ മാത്രമേ യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. ഇരുകരങ്ങളും ഹൃദയത്തോട് അടുപ്പിച്ച് എൻ്റെ പൊന്നുകർത്താവ് അങ്ങേപ്പോലെ മറ്റൊരു സ്നേഹമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് മതിയായവനാണെന്നുള്ള ബോധ്യത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വരികൾ നമുക്ക് പാടി ആരാധിക്കാം. നിനക്കു തുല്യനായി നീ മാത്രമേ നിനക്കു തുല്യനായി നീ മാത്രമേ യേശുവേ. നിനക്കു തുല്യനായി നീ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് മതിയായ എൻ്റെ യേശുവിനെ പോലെ മറ്റാരുമില്ല. വീണ്ടും ആരാധിക്കാം. നിനക്കു തുല്യനായി നീ മാത്രമേ യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം നീ മാത്രം യേശുവേ. എൻ്റെ ജീവിതത്തിൽ നീ മാത്രം മതി യേശുവേ. നീ മാത്രം യേശുവേ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നീ മാത്രം യേശുവേ. എത്ര രോഗം എന്നെ ഞെരുക്കിയാലും നീ മാത്രം യേശുവേ. ഒരു നിമിഷം നമുക്ക് ശാന്തമായി അതുല്യനായ യേശുവിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയാം. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കർത്താവിനെ നമുക്ക് കാണാം. അവിടുത്തെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ, എൻ്റെ ജീവിതത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തമായി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഒരു മാർഗമാണ്. ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൻ്റെ ചിത്രം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന കുടുംബങ്ങളെ ഞാൻ ആശീർവദിക്കും. ഈശോയുടെ തിരുഹൃദയ ചിത്രം എല്ലാ ക്രൈസ്തവരുടെയും വീടിൻ്റെ പൂമുഖത്ത് ഉണ്ട്. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഈശോ പറയുന്നുണ്ട്. ആ ചിത്രത്തെ നമ്മൾ വണങ്ങണം. പലപ്പോഴും നമ്മളുടെ ഈ തിരുഹൃദയ ചിത്രം അശ്രദ്ധമായി മാറാല പിടിച്ച് പൊടി പിടിച്ച് ഇങ്ങനെ അനാഥരവിൽ കിടക്കുകയാണ്. അത് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുകയില്ല. ആ ചിത്രത്തെ നമ്മൾ ഈശോയുടെ തിരുഹൃദയ ചിത്രമായി തന്നെ കണ്ട് വണങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോ വാഗ്ദാനമനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മനുഷ്യനെ പോലെയല്ല. ഈശോ ഒരു വാഗ്ദാനം നൽകിയാൽ നിശ്ചയമായും അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ തിരുഹൃദയത്തോട് ഒരു പ്രത്യേക സ്നേഹവും ആദരവും ഭക്തിയും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ചിത്രം എന്നതിനേക്കാൾ ഉപരിയായി ഒരു വ്യക്തിയായി ഈശോയെ നമ്മൾ കാണുകയും നമ്മൾ വീട്ടിനുള്ളിലായിരിക്കുമ്പോഴും വീടിന് പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആ ചിത്രത്തെ നോക്കി ഈശോയോട് സ്നേഹപൂർവം സംസാരിക്കുന്നത് നല്ലൊരു ശീലമാണ്. അങ്ങനെ നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 33-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ്: സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഈശോ മോശയോട് സംസാരിച്ചിരുന്നു ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. ഇത് മോശയ്ക്ക് മാത്രം നൽകപ്പെട്ട ഒരു പ്രത്യേക കൃപയല്ല. ഈശോയിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ സൗഹൃദം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈശോയോടുള്ള ആ സൗഹൃദത്തിൽ വളരുന്ന വ്യക്തികളെ, അവർ വസിക്കുന്ന കുടുംബങ്ങളെ ഈശോ നിശ്ചയമായും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈശോയുടെ ചിത്രം മിക്കവാറും കാണുന്നത് തിരുഹൃദയ രൂപത്തോടു കൂടിയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശോ ജീവനുള്ള ഒരു ദൈവമാണ് എന്നുള്ളതാണ്. ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത കളിമൺ വിഗ്രഹങ്ങളെ എന്ന് ദൈവത്തെക്കുറിച്ച് ആക്ഷേപിച്ച് ചില നിരീശ്വരവാദികൾ പാടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് അങ്ങനെയുള്ള ഒരു ദൈവമല്ല. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഹൃദയം നമ്മെ ഓർപ്പിക്കുന്നു, തിരുഹൃദയം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കാരണം ഈ ഹൃദയം ജീവൻ്റെ ഉറവിടമാണ്. നമുക്കറിയാം, ആ ഹൃദയം നിലച്ചാൽ മനുഷ്യൻ മരിക്കും. അപ്പോൾ ജീവൻ്റെ ഒരു പ്രതീകമാണ് ഹൃദയം. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം ഈശോ ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. ഈശോ എല്ലാം അറിയുന്നവനാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ചിന്തകൾ അറിയുന്ന ഒരു ദൈവമാണ് കർത്താവ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇപ്രകാരമാണ്: ഒരു ചിന്തയും
അവിടുത്തേക്ക് അജ്ഞാതമല്ല. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പോലും അറിയുന്ന, ജീവിക്കുന്ന സർവജ്ഞാനിയായ ഒരു ദൈവമാണ് കർത്താവ്. വീണ്ടും നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 42:20 രണ്ടാം ഭാഗം ഇങ്ങനെയാണ്: ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ മാത്രമല്ല, നമ്മുടെ വാക്കുകളും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളും വാക്കുകളും മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ പ്രത്യേകമായി പ്രഭാഷകൻ്റെ പുസ്തകം 23:29 ഞാൻ ക്ഷണിക്കുകയാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ രഹസ്യമായി രാത്രിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ദൈവം കാണുന്നുണ്ട് എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ എല്ലാം അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ്, ജീവിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഭയത്തിന്, അസ്വസ്ഥതയ്ക്ക് അടിസ്ഥാനമില്ല. വീണ്ടും വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്: അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനാണ്. യെശയ്യായുടെ പുസ്തകം 38 5 ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഒരു രാജാവ് രോഗം വന്ന് മരിക്കും എന്ന ആ ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ നിലവിളിച്ച് തൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു എന്നുള്ളത്. വീണ്ടും ദൈവം കാണുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥകൾ, ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം തന്നെ നിങ്ങൾ ദൈവത്തോട്, യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ പ്രയാസങ്ങൾ, വേദനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 16:13 ദൈവത്തെക്കുറിച്ച് ഒരു സ്ത്രീ പറയുകയാണ്. അവൾ ആരുമില്ലാതെ പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ, അനാഥയായ സ്ത്രീ മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ ദൈവം അവളെ കണ്ടു. അതവളെ വലിയ സന്തോഷചിത്തയാക്കി. അവളിങ്ങനെ വളരെ അധികം മതിമറന്നുകൊണ്ട് അവൾ പറയുകയാണ്, എന്നെ കാണുന്നവനായ ദൈവത്തെ, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. നമ്മുടെ പ്രശ്നം ഇതാണ്: ദൈവത്തെ പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ദൈവം എല്ലാ സമയവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, നമുക്ക് ആനന്ദം ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ പേര് എൽറോയ് എന്നാണ്, ദർശനത്തിൻ്റെ ദൈവമെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ ഒരു പ്രത്യാശ നൽകുന്നതാണ്. ഞാനൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അത് ഭാഷാഭൂഷണി എന്ന മാസികയിൽ വായിച്ച ഒരു സാഹിത്യകാരൻ്റെ, പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ്റെ അനുഭവമാണ്. അദ്ദേഹം ഹൈന്ദവനാണ്. യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ ഗുരുതരമായ ഒരു അസുഖം പിടിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഈ രോഗിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ല. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഡോക്ടർ പറഞ്ഞു, വളരെ വേദനയോടെ പറഞ്ഞു, ബി പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. ഏറ്റവും മോശമായത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുക,
ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ മരണ വക്കിൽ നിൽക്കുന്ന ഭാര്യയെയും കൊണ്ട് അദ്ദേഹം ആസ്പത്രിയിലായിരിക്കുകയാണ്. വളരെയധികം മാനസികമായ സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്. വേറൊരു കുടുംബത്തിൽ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഭാര്യയുടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. അദ്ദേഹം എഴുതി, ആ ആസ്പത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഞാൻ പോയിരിക്കും. അവിടെ ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. ആ ക്രൂശിത രൂപത്തെ നോക്കി ഞാൻ വെറുതെ അങ്ങനെ ഇരിക്കും. ചിലപ്പോഴങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. മനസ്സിൽ വലിയ ഭാരവും പ്രയാസങ്ങളും ദുഃഖവും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മെ കാണുന്നവനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പോയിരിക്കണം. ഇരിക്കുമ്പോൾ ദൈവം നമ്മെ കാണും, നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങനെ അനേക ദിവസങ്ങൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദനായിരുന്നു. ആ കർത്താവ് ജീവിക്കുന്നവനായ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അനേക ദിവസങ്ങളുടെ ചികിത്സ നടന്നു. പ്രതീക്ഷയില്ല എന്ന് വിധിയെഴുതിയ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സ്ത്രീ വീണ്ടും ആരോഗ്യവതിയായി തിരിച്ചു വന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്ത് അവരുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയപ്പോൾ അത് കണ്ടു നിന്നിരുന്ന ഡോക്ടർമാരുടെ കണ്ണുകൾ നനഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അവർ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു അത്ഭുതം അവർ നേരിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട മാസം പ്രത്യേകമായി ഈ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരുവാനായി നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുഹൃദയത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ കൂടുതൽ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യുമെന്ന് തീരുമാനമെടുക്കാം. നിശ്ചയമായും ദൈവം നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്ക് ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയാം. ഈശോയുടെ തുടിക്കുന്ന തിരുഹൃദയം, അത് ദൈവം ജീവിക്കുന്നവനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈശോ നമ്മെ അറിയുന്നു, നമ്മുടെ വാക്കുകൾ അറിയുന്നു, നമ്മുടെ ചിന്തകൾ അറിയുന്നു, നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നു, നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു, നമ്മെ കാണുന്നു. ഒരുപക്ഷേ പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ മനസ്സ് ദുഃഖപൂർണമായി മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടേതെങ്കിലും, ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാണുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് ഹൃദയത്തിൽ മാത്രം പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായും ഈ രാത്രിയിൽ നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. അവിടുന്ന് വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. എല്ലാറ്റിനുപരി നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാണ്, നിന്നെ കാത്തിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നിൻ്റെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ നീറുന്ന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാണണമേ, അവരുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ, അവരുടെ പ്രാർത്ഥനകളെ അവിടെ ശ്രവിക്കണമേ, നെടുവീർപ്പുകളെ ശ്രവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ. കണ്ണീർ തുടയ്ക്കാൻ, മാറോട് ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് തുടയ്ക്കാൻ, മാറോട് ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. യേശുവിനോട് വലിയ സ്നേഹത്തോടെ പറയാം, എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല കർത്താവേ.
കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ സമയങ്ങളിൽ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും സഹനങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈ സമയങ്ങളിൽ നമ്മൾ കേൾക്കുകയായിരുന്നു, ജീവനുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്, ജീവിക്കുന്ന ദൈവമാണ് അവിടുന്ന്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും കാണുകയും നമ്മുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ്. ആ ഒരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയട്ടെ. പ്രത്യേകിച്ചും നമുക്ക് ഓർക്കാം, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക മക്കൾ വലിയ പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന സമയമാണ്. ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മ ഈ സമയങ്ങളിലെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. അതിനാൽ വലിയ വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയിൽ ചേർന്ന് നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെയും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനേക മക്കളിപ്പോൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതുപോലെ കർത്താവെ, വലിയ ഏകാന്തതയിലൂടെ കർത്താവെ അനേക മക്കൾ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകമായിട്ടും മക്കളും പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നു. കുടുംബത്തിലും മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന, ഏകാന്തതയിൽ കഴിയുന്ന അവസ്ഥകൾ. രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുവാനും മരുന്ന് വാങ്ങുവാനുമൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈശോ, അതുപോലെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നവരുണ്ട്. കർത്താവെ, മരുന്ന് വാങ്ങുവാനുള്ള സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവ്, കുടുംബത്തിൽ ഒരാൾക്ക് രോഗം വന്ന് അത് ഭേദമാകുമ്പോഴേക്കും അടുത്തയാൾക്ക് രോഗം വരുന്നു. പല കുഞ്ഞുങ്ങൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഈശോയെ, നാളുകളിൽ രോഗത്തിൻ്റെ വേദനയിലൂടെ, രോഗത്തിൻ്റെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ ഇപ്പോൾ വലിയ സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഒന്ന് തൊട്ടാൽ, അവിടുന്ന് ഒരു വാക്ക് അരുളി ചെയ്താൽ മാത്രം മതിയല്ലോ ഞങ്ങൾ സുഖം പ്രാപിക്കുവാൻ. വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം നമ്മുടെ വലതുകരം ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. രോഗികളായ എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇപ്പോൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ നമുക്കിപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ രോഗികളെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ നാളുകളിൽ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണെങ്കിൽ അവരെ ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലതുകരം ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരു വാക്കൊന്ന് അരുളി ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് ഈശോയെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലേക്ക്, ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട്, ഈശോയെ വരണമേ, ഈശോയെ സുഖപ്പെടുത്തണമേ, ഈശോയെ അങ്ങൊന്ന് വന്നാൽ, അങ്ങൊന്ന് തൊട്ടാൽ ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവ്, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ.
വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോൾ വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യും. കർത്താവ് നമ്മെ സുഖപ്പെടുത്തും. കർത്താവ് നമുക്ക് വീണ്ടും ആരോഗ്യം നൽകും. വീണ്ടും കർത്താവ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ വരേണമേ, സൗഖ്യം പകരണമേ, നാഥാ വരേണമേ, സൗഖ്യം പകരണമേ. ചേർന്നു പാടാം. നാദാവരേണമേ, സൗഖ്യം പകരണമേ, നാദാവരേണമേ, സൗഖ്യം പകരണമേ. ജെറമിയായുടെ പുസ്തകം 33:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രഭാഷകന്റെ പുസ്തകം 1:16 നമ്മൾ വായിക്കുന്നു: ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നൊരു സമയമായിരിക്കും. ചിലപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ പഠനം ആരംഭിച്ചിട്ടുണ്ടാകും. ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ തെറ്റായ രീതിയിലേക്ക് പോകുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രലോഭനങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കർത്താവ് അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ, ദൈവകൃപ നിറഞ്ഞവരായി തീരുവാൻ, അവരിലൂടെ സമൂഹവും സഭയും അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ വഴി കാണിച്ചു കൊടുക്കണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ വഴികൾ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. കർത്താവെ, പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവെ ഉന്നതമായ ജോലി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പഠന മേഖലയിൽ കർത്താവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും ശക്തി അവിടുന്ന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വലതുകരം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. മക്കൾ അനുഗ്രഹം പ്രാപിക്കുവാൻ, മക്കൾ എല്ലാ മേഖലകളിലും ഒരനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഈശോയുടെ വലിയ കൃപ ചോദിക്കാം. പരിശുദ്ധാത്മാവെ, ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, നേർവഴിയിലൂടെ അവരെ നയിക്കണമേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരിക്കലും വഴിതെറ്റിപ്പോകാതെ കർത്താവിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, രോഗികളായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പഠന വൈകല്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് സമർപ്പിക്കാം. പരീക്ഷയിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിച്ച് കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അവരെ നമുക്ക് ചേർത്ത് ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവെ, ശുഭമായ ഭാവി നൽകണമേ, പ്രത്യാശ നിറഞ്ഞ ഭാവി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി അവരെ സമർപ്പിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ സ്തോത്രം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. മക്കളെ സമർപ്പിച്ച് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. നമ്മുടെ ഭവനത്തിലെയും സാമ്പത്തിക ആവശ്യങ്ങളെയെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19 വചനം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. നമ്മുടെ കടങ്ങൾ, ബാധ്യതകൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ആവശ്യങ്ങൾ, മക്കളുടെ വിവാഹം നടത്തുവാനുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം.
കുടുംബത്തിൻ്റെ അനുദിന ചെലവുകൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നല്ലൊരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുകയാണോ? ഉള്ള ജോലി പോയൊരവസ്ഥയിലാണോ ഇപ്പോഴുള്ളത്? പ്രത്യേകിച്ചും ഈ മഴക്കാലവും കാലവർഷവും ഒക്കെ കടന്നു വരുമ്പോൾ ആവശ്യത്തിന് പണികളൊന്നുമില്ലാത്തത് കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണോ നമ്മുടെ കുടുംബം കടന്നു പോകുന്നത്. ഈശോയെ വിളിക്കാം നമുക്ക് കുടുംബത്തിലേക്ക്, ഈശോയെ വിളിക്കാം നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, ഈശോയോട് പറയാം നമ്മുടെ ആവശ്യങ്ങളും വേദനകളും എല്ലാം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് വലിയ വിശ്വാസത്തോടെ സമർപ്പിച്ച് 2 കരങ്ങളും ഉയർത്തി, ഈശോയെ അവിടെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വേദനകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, ഞങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥ അവിടുന്ന് കാണണമേ. കർത്താവേ, ഈ മഴക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾ നല്ലൊരു ഭവനമില്ലാത്ത അവസ്ഥയുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. ഇതെല്ലാം അവിടുന്ന് കാണണമേ നമുക്ക് ഈശോയോട് പറയാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിലവിളികളെയും ഉയർത്തി, കർത്താവേ അങ്ങൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ, അങ്ങൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് കടന്നു വരണമേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഈശോയെ അങ്ങയെ ഞാൻ ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയോട് പറയാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ മനസ്സലിയുന്ന കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ മറുപടി തരുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളുടെ മുൻപിൽ ഇന്ന് ഇറങ്ങി വരും. വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണമേ, ചേർന്ന് പാടാം. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗങ്ങളെ നമുക്കിപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. അതുപോലെ ഈ ഫെലോഷിപ്പ് നൈറ്റിൽ പങ്കെടുക്കുന്ന അനേകം മക്കളുടെ നിയോഗങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ ചേർത്ത് ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഈ കൂട്ടായ്മയെ ഈശോ അനുഗ്രഹിക്കും. ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കും. കർത്താവിനെല്ലാം മഹത്വം കൊടുക്കാം. നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എല്ലാ 3-ാമത്തെ ബുധനാഴ്ചകളിലും ഷാലോം SPF അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ 3-ാം ബുധനാഴ്ച ശരിക്കും ഷാലോമിൻ്റെ SPF അംഗങ്ങളുടെ ഒരു ദിനമാണ്. അന്നത്തെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് വലിയ സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നിയോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഇതിലുള്ള നമ്പറിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ അയയ്ക്കുക. ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ, സാക്ഷ്യങ്ങൾ, അതും കൂടി ഷാലോമിലേക്ക് ഈ നമ്പറിൽ നിങ്ങൾ അയക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് രോഗസൗഖ്യം കിട്ടും. അതുപോലെ നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങളിൽ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടും. അതൊക്കെ നമുക്ക് സാക്ഷ്യപ്പെടുത്താം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന ആന്തരികമായ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ മാനസികമായ അനുഗ്രഹങ്ങൾ. ഒരുപക്ഷെ നമുക്കൊന്ന് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. നമ്മുടെ നിരാശ മാറി വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ജീവിതം നിറയുന്നു. ഇതൊക്കെ കർത്താവ് തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. ഭൗതിക അനുഗ്രഹങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളായിട്ട് ഇങ്ങോട്ട് അയച്ചു തരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ ശുശ്രൂഷയിലൂടെ നമ്മളും അതുപോലെ നമ്മളെപ്പോലെ അനേകരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുക്കാം. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം.
നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അവർക്ക് വലിയ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ടും അമ്മയുടെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. വിശുദ്ധ കുരിശിനാൽ നമ്മെ തന്നെ സംരക്ഷണം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.